പ്രിയമുള്ളവരെ, കവിതയിലെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന സെഷൻ നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് മലയാളത്തിലെ പ്രിയ കവി എസ് ജോസഫുമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ പങ്കുവെക്കലാണ് ഈ ഒരു സെഷൻ്റെ പ്രത്യേകത. നമുക്കറിയാം അരമണിക്കൂറാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുങ്ങിയ തോതിൽ എൻ്റെ ചില ചോദ്യങ്ങളല്ല ചില നിരീക്ഷണങ്ങൾ അദ്ദേഹവുമായി പങ്കുവെക്കാനും അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാനും സ്വയം പ്രകാശിപ്പിക്കാനുമുള്ള ഒരു അവസരം ആക്കി ഈ ഒരു സെഷനെ മാറ്റാമെന്നാണ് കരുതുന്നത്. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്ട്രെയിറ്റായിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. എനിക്കറിയാം അരമണിക്കൂർ കൊണ്ട് എനിക്കോ അരമണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിനോ എന്താ പറയുക, ഒരു ശതമാനം പോലും കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഇതൊരു സാങ്കേതിക പ്രശ്നമായി എടുത്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക്. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഒരു മലയാളത്തിലെ ഒരു പുതു കവിത, അത് 90-കൾക്ക് ശേഷം പല നിലകളിൽ സജീവമാകുകയും 2000 കൂടി വിവിധ നിലകളിൽ ശക്തി പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ധാരയായിട്ടാണ് നമ്മൾ ഈ പുതുകവിതയെ കാണുന്നത്. പുതുകവിതയെക്കുറിച്ച് തന്നെ പല അഭിപ്രായങ്ങളുണ്ട് എന്നറിയാം. എന്നാലും നമ്മൾ സാമാന്യമായി പുതുകവിത എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നാന്ദി കുറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ ഒരു സമാഹരിക്കപ്പെട്ടുകൊണ്ടോ പലതരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു 2000-ൻ്റെ തുടക്കത്തിൽ വന്ന പുതുമൊഴി വഴികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് ആറ്റൂർ രവിവർമ്മ എഡിറ്റ് ചെയ്യുകയും കെ സി നാരായണൻ ആമുഖ പഠനവും നിർവഹിക്കുകയും ചെയ്തൊരു കൃതിയാണ്. അത് അക്കാലത്ത് വിവിധ രീതിയിൽ ശ്രദ്ധേയരായ നിരവധി കവിതകളെയും അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ പുതുകവിതയുടെ ഏറ്റവും വലിയ ലക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു സൂക്ഷ്മതയും ബഹുസ്വരതയും ഒക്കെയായിരുന്നു. അപ്പം ഒരു ബഹുസ്വരത ആയിരുന്നു ഒരുപക്ഷെ ആ കാവ്യസമാഹാരം മുമ്പോട്ട് വെക്കേണ്ടിയിരുന്നെങ്കിൽ അതിനകത്ത് ആദ്യം തന്നെ ഉൾപ്പെടേണ്ട ഒരു കവിയായിരുന്നു താങ്കൾ എന്ന് എനിക്ക് എക്കാലവും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ താങ്കൾ അതിനകത്ത് ഉൾപ്പെടാതെ പോയി. അതിനകത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായം, എൻ്റെ ഈ നിരീക്ഷണത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും സാമൂഹ്യമായ അംശമുണ്ടോ എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഹലോ, അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്. അതിപ്പോൾ എന്നെപ്പോലെ തന്നെ വീരാൻകുട്ടിയുടെ കവിത അതിനകത്ത് വരാമായിരുന്നു, എൻജൂണിഷൻ്റെ കവിത വരാമായിരുന്നു, പി എ നാസിമുദ്ദീൻ്റെ കവിതകൾ വരാമായിരുന്നു. ഇത്രയും കവിതകൾ കൂടി വരാമായിരുന്നു. പക്ഷേ ആ പുസ്തകത്തിലെ കവികളെ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു റേഷ്യോ ഉണ്ട്, ഒരു അനുപാതമുണ്ട്. ആ അനുപാതം ഇതാണ്: 6 ഹിന്ദുക്കളായിട്ടുള്ള കവികളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ബാക്കി 2 ക്രിസ്ത്യൻസും 2 മുസ്ലിങ്ങളും. ഇങ്ങനെയാണ് അതിനകത്തൊരു അനുപാതം വന്നിട്ടുണ്ട്. ഈ അനുപാതമാണോ ഇനി 10 കൂടുതൽ കവികൾ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം പറയാം, അതിനകത്ത് എഡിറ്റോറിയൽഷിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആറ്റൂർ എഡിറ്റീവ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് ആറ്റൂരായിരിക്കില്ല. ആറ്റൂരിൻ്റെ ഒരു പേര് വന്നേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി അതിനകത്ത് ഒരുപാട് ഉള്ളിലുള്ള വലികളും ഒക്കെ കാണുമായിരിക്കുമല്ലോ. ഹ്രസ്വമായ ഉത്തരമേ പറയാൻ പറ്റുള്ളൂ. വളരെ മിതത്വം പാലിച്ചാണ് ജോസഫ് മാഷ് നമ്മളോട് പ്രതികരിച്ചത്. തീർച്ചയായും അദ്ദേഹത്തെ വളരെ പർട്ടിക്കുലറായി ഇൻ്റർവ്യൂ ചെയ്ത് കാര്യങ്ങളെ പുറത്ത് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക്, ഇതുമായൊക്കെ ബന്ധമുള്ള ചോദ്യമാണ്. നമുക്കറിയാം കറുത്തകല്ല് എന്ന ശ്രദ്ധേയമായ കവിതയിലൂടെയാണ് പുസ്തക രൂപത്തിൽ ശ്രീ ജോസഫ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് മലയാള കവിതയ്ക്കൊരു കത്ത് പോലുള്ള കവിതകളിലൂടെയും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പക്ഷെ കറുത്ത കല്ലിന് എഴുതുന്ന ആമുഖത്തിൽ പലപ്പോഴും എനിക്കും, ഇതും വ്യക്തിപരമായ ചോദ്യമാണ് അല്ലെങ്കിൽ നിരീക്ഷണമാണ്, ആ ആമുഖത്തിൽ അദ്ദേഹം ഒരു പൊതു ആളെപ്പോലെയാണ് അതിനകത്ത് ആമുഖത്തിൽ പലതും എഴുതിയിരിക്കുന്നത്. ഒരിക്കലും ആ തരത്തിലുള്ള തൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കർത്തൃത്വത്തെ അത്ര കണ്ട് അത് തള്ളിക്കളഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കവിതകൾ അത് പേറുമ്പോഴും കവി എന്ന നിലയിൽ അതിനോട് അത്രയധികം ഐഡൻറ്റിഫൈ ചെയ്യാതെ ഉള്ള ഒരു ആമുഖമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം മാത്രമല്ല, അതിനുശേഷം അത് മീൻകാരനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ കവിയും കവിതകളും തമ്മിലുള്ള ആ അകലം കുറയുകയും അത് എന്താ പറയുക, ഐഡൻറ്റിറ്റി കാർഡിലെത്തുമ്പം അത് ഏറെക്കുറെ ഒന്നായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടമുണ്ട്, ഒരു എന്താ പറയുക, കറുത്ത കല്ല് മുതൽ ഐഡൻറ്റിറ്റി കാർഡ് വരെയുള്ള ആ ഒരു പീരീഡിലേക്ക് ഇത് രണ്ടും ഒന്നായി മാറുന്ന വിധത്തിൽ
സംഭവിച്ചിട്ടുണ്ടോ, അതോ എൻ്റെ ഒരു തോന്നലാണോ, ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു. അത് ആദ്യത്തെ ആ ചോദ്യത്തെ സംബന്ധിച്ച് ഒരു കാര്യം പറയാൻ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ആദ്യത്തെ ചോദ്യത്തിനകത്ത് വന്നിട്ടുള്ളത് അഭാവങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ജോസഫ് ഇല്ല, അല്ലെങ്കിൽ വീരാൻകുട്ടി ഇല്ല, അല്ലെങ്കിൽ മറ്റു ചിലരൊക്കെ ഇല്ല. ഈ അഭാവം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് അവിടെ ഇല്ല എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഉത്തരം തേടുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഉത്തരം എന്ന നിലയിലാണ് പിന്നീട് വീരാൻകുട്ടിയോ അല്ലെങ്കിൽ അതുപോലെ കുറേയേറെ നല്ല കവികൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്, സ്ത്രീകൾ വന്നിട്ടുണ്ട്, ദളിത് ആദിവാസി മേഖല എന്ന കവിതകൾ വന്നിട്ടുള്ള അങ്ങനെയാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ളത്, ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഒരാളായിരുന്നില്ല. ഞാൻ ഈ ഫുൾ ടൈം സാഹിത്യം മാത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല എൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമാണ്. വീട്ടിലെ അവസ്ഥയും സാഹചര്യമൊക്കെ. അതുകൊണ്ട് ഞാനങ്ങനെ ഒരു ദളിതെന്ന് പറയുന്നൊരു സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ 2005 ഞാൻ പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. അതിന് മുമ്പ് തന്നെ എൻ്റെ രണ്ട് സമാഹാരം വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോകത്തെ ഒറ്റ ഇതിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു വർഗ സിദ്ധാന്തപരമായ രീതിയിലേക്ക് കാണുന്ന ഒരു നയമായിരുന്നു എൻ്റേത്. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് വരാതിരുന്നത്. പിന്നീടാണ് അത് തിരിച്ചറിയുന്നത്. പിന്നീട് മറ്റേ ജാതിയുടെ പ്രശ്നങ്ങൾ, എന്താണ് ജാതി, ഇപ്പോൾ ജാതി എന്ന് പറയുന്നതിനെക്കുറിച്ച് മാർക്സിസ്റ്റുകാർ പറയുന്നത് അതൊരു പ്രത്യയശാസ്ത്രമാണെന്നാണ്. അംബേദ്കർ പറയുന്നത് ഒരു സങ്കല്പമാണെന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ജാതി എന്ന് പറയുന്നത് എ കാസ്റ്റ് ക്യാൻ കൺവേർട്ട് ഇൻ ടു എനി അതർ സോഴ്സ്. ഒരു നായർ NSS കോളേജിൽ ഒരു അധ്യാപകനാണെങ്കിൽ ഒരു നായരായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? നായർ കമ്മ്യൂണിറ്റി ഓർ നായർ പൊസിഷൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ കോളേജ് പ്രൊഫസർ പൊസിഷൻ. അതുകൊണ്ട് ജാതിയെ ഞാൻ കാണുന്നത് പ്രത്യയശാസ്ത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു സങ്കല്പമായിട്ടോ അല്ല. അത് അംബേദ്കറിൽ നിന്നൊക്കെ മാറി അതൊരു വസ്തുവായിട്ടാണ്. ഇന്നിപ്പം നമുക്കറിയാം, എന്തും നമുക്ക് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ഥാനമായിട്ട് അധികാരമായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വോയിസ് മെസ്സേജ് പോലും ഒരു 1 കോടി രൂപയൊക്കെയായി മാറുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഈ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നതൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം ഈ കർത്തകൽ എഴുതുമ്പോൾ, കർത്തകൽ ഞാൻ 90 മുതൽ എഴുതിയ കവിതകളാണ്. ഏതാണ്ട് 90 മുതൽ 2000 വരെ എഴുതിയ കവിതകളാണ്. അപ്പോഴൊന്നും ഒരു ദളിത് സംഗതിയെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കേട്ടിട്ടുമില്ല. കേരളത്തിൽ അവിടെ ഇവിടെ ചർച്ചയുണ്ടെന്നല്ലാതെ അതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മാത്രമല്ല, ഞാൻ ജീവിച്ച സമൂഹങ്ങൾ അങ്ങനെയുള്ളവരായിരുന്നു. പൊതുവെ കമ്മ്യൂണിസ്റ്റുകാരും അന്നത്തെ കേരളത്തിലെ ബുദ്ധിജീവികളും A അയ്യപ്പനും വിനയേന്ദ്രനും അങ്ങനെ അടങ്ങുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റില്ല. പിന്നെ രേണുകുമാറിനെ പോലുള്ളവരും MP മനോജിനെ പോലുള്ളവരും സണ്ണി കവിക്കാട് KK ബാബുരാജ് KK കൊച്ചിവരും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഇത്തരം ചില കാര്യങ്ങളുടെ ഒരു പ്രശ്ന പരിസരത്തിലേക്ക് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് ഐഡൻറ്റി കാർഡിലെത്തുമ്പോൾ അത് പൂർണ്ണതയിലെത്തുന്നത്. അപ്പം ഞാൻ ഈ പേര് കണ്ടപ്പോൾ തന്നെ ഓർത്തത് ജയചന്ദ്രൻ നായർ സാറിനെയാണ്. ഞാനൊരിക്കലും മലയാളം വാരിക ചെന്നാൽ പുള്ളിയോട് ചോദിച്ചു, ജോസഫ് സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഐഡൻറ്റി കാർഡ് എന്നുള്ള കവിത എഴുതുന്നതോടുകൂടിയാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. വളരെ സത്യസന്ധമായൊരു മറുപടിയായിട്ടാണ് എനിക്കത് തോന്നുന്നത്. ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും പുതുമൊഴി വഴികളിൽ ഉൾപ്പെടാതെ പോയ കവികളിൽ പലരുമാണ് പിന്നീട് കേരളത്തിൽ ജോസഫുണ്ട്, വീരാൻകുട്ടിയുണ്ട്, നാസിമുദ്ദീനുണ്ട്, പലരുമുണ്ട്, NG ഉണ്ണികൃഷ്ണനുണ്ട്. ഇവരൊക്കെ പല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് വേറൊരു കാവ്യ നീതിയായിട്ട് നമുക്കെടുക്കാം. അതുപോലെ തന്നെ 2005 അതിന് ശേഷമാണ് അത്യാവശ്യം ഒരു ദളിത് വ്യാവഹാരിക പരിസരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അതിനു മുമ്പ് ഇത്തരം സാധ്യതകളും ഇടപെടലുകളും ഒക്കെ ആയിട്ട് മലയാള സാഹിത്യത്തിൽ രാഘവൻ അത്തോളിയെ പോലെയും ശശി മധുരവേലിയെ പോലെയും സണ്ണി കവിക്കാടിനെ പോലെയും ഒക്കെ ഉള്ള അവരുടെ കവിതകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും താൻ അത്തരൊരു സോഷ്യോ പൊളിറ്റിക്കലായുള്ള ധാരണയിലേക്ക് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാവുകത്വത്തെ മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അത് മലയാളത്തിലെ ദലിത് കവിതയ്ക്ക് മാത്രമല്ല, ജനാധിപത്യത്തെ മുമ്പോട്ട് വെക്കുന്ന മലയാളത്തിൻ്റെ എല്ലാ സമസ്ത സാഹിത്യമണ്ഡലത്തിനും ഒരു വലിയ മുതൽക്കൂട്ടാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം സൂചിപ്പിച്ചു, പൊയ്കയിൽ അപ്പച്ചനെക്കുറിച്ച് പോലും അദ്ദേഹം അത്ര കണ്ട് മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ പൊയ്കയിൽ അപ്പച്ചനോ, ഈ പക്ഷേ ഈ പൊയ്കയിൽ അപ്പച്ചനെക്കുറിച്ചുള്ള
ഒരു ധാരയാണ്. ജോസഫ് മാഷ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കവിതയുടെ പരമ്പരാഗത സ്കൂളിൽ നിന്ന് പുറത്തു വന്നപ്പോഴത്തേക്കാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പരമ്പരാഗത സ്കൂൾ എന്താണ്, ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് കവിതയുമായി ഇടപെടുന്നവർക്കൊക്കെ അത് അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പൊയ്കയിൽ അപ്പച്ചൻ സ്കൂൾ ഞാൻ ആ പേരിലേക്ക് വെക്കുകയല്ല ചെയ്യുന്നത്, മറ്റൊരു ധാരയെ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാരമ്പര്യ ഇതരമായിട്ടുള്ള ഒരു സ്കൂളുമായിട്ടുള്ള അടുപ്പം, അതിലെ ഒരു ചിന്തയാണോ? അങ്ങനെയാണെങ്കിൽ ഈ പൊയ്കയിലപ്പച്ചൻ്റെ കവിതകൾ എത്രത്തോളം താങ്കളുടെ പിൽക്കാല ഐഡൻറ്റിറ്റി കാർഡ് മുതൽ അതിന് ശേഷമുള്ള ഘടനയെ രൂപപരമായിട്ടല്ല, സത്താപരമായി സാമൂഹ്യ രാഷ്ട്രീയപരമായിട്ട് അതിൻ്റെ സ്വാധീനങ്ങൾ ഒക്കെ എന്താണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അതിപ്പോൾ നമ്മുടെ എൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കവിത മൈ സിസ്റ്റേഴ്സ് ബൈബിൾ, പെങ്ങളുടെ ബൈബിൾ എന്നുള്ള കവിതയാണ്. അപ്പോൾ അത് സത്യത്തിൽ അത് പൊയ്കയിലപ്പച്ചൻ്റെ കവിതയോട് ബന്ധമുള്ളൊരു കവിതയാണ്. പക്ഷേ ഞാനത് എഴുതുന്നത് വളരെ നേരത്തെയാണ്, 2000-ലൊക്കെയാണ് ആ കവിത എഴുതുന്നത്. അത് കഴിഞ്ഞാണ് ഞാൻ പൊയ്കയിലപ്പച്ചൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചും അങ്ങനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും കവിയും ചിന്തകനും ഒക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പം ആ മനസ്സിലാക്കലിന് മുമ്പ് തന്നെ ഞാനത് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. അതാണ് ഞാൻ ഈ കവിതയെക്കുറിച്ച് പറഞ്ഞത്. ഐഡൻറ്റിറ്റി കാർഡൊക്കെ അതിന് മുമ്പ് എഴുതുന്നതാണ്. ഐഡൻറ്റിറ്റി കാർഡ്, പെങ്ങളുടെ ബൈബിളൊക്കെ തന്നെ പൊയ്കയിലപ്പച്ചൻ വ്യവഹാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എഴുതിയ കവിതകളാണ്. പൊയ്കയിലപ്പച്ചനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ പുതിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന് പറയുന്നത് അഭാവത്തെ കുറിക്കുന്നു. മുമ്പേ പറഞ്ഞതുപോലെ അഭാവങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്, ലാക്ക്നെസ് എന്ന് പറയാം, ലാക്ക് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ ഈ അഭാവം ക്വസ്റ്റ്യനായി മാറുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അഭാവങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ സ്വഭാവമുണ്ട്, അല്ലേ? അഭാവത്തിൻ്റെ അഭാവമാണ് ഭാവം എന്ന് പറയുമല്ലോ, അതൊക്കെ ഫിലോസഫിക്കൽ കാര്യങ്ങളാണ്. അപ്പോൾ പൊയ്കയിലപ്പച്ചൻ അതിനകത്ത് വെക്കുന്നത് എന്താണ്, കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന് പറയുമ്പം തന്നെ പുള്ളി അത് എഴുതിക്കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എഴുതുക എന്ന് പറയുന്നത് ഒരു പ്രസൻസാണ്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് ഒരു അഭാവത്തെ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രസൻസ് ആവുകയും ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സാധാരണ അങ്ങനെ ഒരു വായന ഉണ്ടായിട്ടില്ല. കാണുന്നില്ലൊരക്ഷരം എന്ന് പറയുമ്പോൾ ഒരു ശൂന്യതയെ കുറിക്കുകയാണ്. പക്ഷേ ആ ശൂന്യതയെ കുറിക്കുന്ന ആ ലിപികൾ എന്ന് പറയുന്നത് പ്രസൻസാണ്. അപ്പോൾ ആബ്സൻസിനെ കുറിക്കുന്ന പ്രസൻസ് എന്ന നിലയിലാണ് ആ കവിത സംഭവിക്കുന്നത്. ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ എൻ്റെ കവിതയിൽ ഇങ്ങനെ ദാരിദ്ര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കൊട്ടയ്ക്കകത്തൊക്കെ ധാരാളം സമ്പന്നതയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം അത് ഇങ്ങനെ ദാരിദ്ര്യം പറയുന്നതിലൂടെ നമ്മളെ ആൾക്കാർ, ഇപ്പം ഞാനിവിടെ പിച്ചക്കാരനായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളെന്നെ കാണുമ്പോൾ ഒരു പൈസ പോലും തരികയില്ലെന്ന് മാത്രമല്ല, എന്നെ ഇങ്ങനെ അയാൾ വന്നിരിക്കുന്നു, പിച്ചക്കാരനാണ്, മുമ്പ് കോളേജ് പ്രൊഫസറായിരുന്നു, ഇപ്പം പിച്ചക്കാരനായിട്ട് വന്നിരിക്കുകയാണ്, ഒരു അടി കൊടുത്ത് വിടാൻ തോന്നുന്നൊക്കെ പറയും. അപ്പം നമ്മുടെ കാരുണ്യം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ എത്രയോ മനുഷ്യർ കാരുണ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളതിനെ വളരെ പോസിറ്റീവ് എനർജി ആയിട്ട് കാണുകയും നമ്മുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അത് വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പം കൂടുതലായിട്ട് പറയുന്നില്ല, ഇത്രയും മതിയല്ലോ. ഈ ആദ്യത്തെ ഈ 3 ചോദ്യങ്ങൾ അഥവാ നിരീക്ഷണങ്ങൾ ഏറെക്കുറെ സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സംഗതികളെക്കുറിച്ചാണ്. കവിതയിലേക്ക് മറ്റൊരു രൂപത്തിൽ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം പലപ്പോഴും മലയാളത്തിലെ മിക്കവാറും കവികൾ ഏതെങ്കിലും തരത്തിൽ ചിത്രകാരന്മാർ കൂടിയാണ് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം നമുക്കറിയാം, പല ഗംഭീരമായി ചിത്രം വരയ്ക്കുന്നവർ മുതൽ ചിത്രകല ഒരുമാതിരി കൈകാര്യം ചെയ്യാവുന്നവർ വരെ, അല്ലെങ്കിൽ ചിത്രകലയെക്കുറിച്ച്, അല്ലെങ്കിൽ ചിത്രകല ഒരു ഭാഷ എന്ന നിലയ്ക്ക്, കവിത പോലെ ഒരു ഭാഷ എന്ന നിലയ്ക്ക് ചിത്രകലയെക്കുറിച്ച് സാമാന്യത്തിലധികം ധാരണയുള്ളവരായി തോന്നിയിട്ടുണ്ട്. ജോസഫ് മാഷാണെങ്കിൽ ആർട്ട് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, ചിത്രകല അധ്യാപകനായിരുന്നു കുറേ കാലം. അപ്പം അറിഞ്ഞും അറിയാതെയും ബോധത്തിലും അബോധത്തിലും ഒരുപാട് ചിത്രകലയുടെ സങ്കേതങ്ങൾ, അതിൻ്റെ കളർ വിന്യാസങ്ങൾ, പലതരത്തിലുള്ള ഷെയ്ഡുകൾ, അതിൻ്റെ ഇരുളും വെളിച്ചവും ഒക്കെ കവിതയിൽ കലർന്നു വന്നിട്ടുണ്ട്. ഇത് ഒരു ബോധപൂർവമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, ബിനു പള്ളിപ്പാടിനെ പോലെ ഒരു കവി പിന്നീട് അത് കൃത്യമായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ചുറ്റിപ്പറ്റി ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്. അതേപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഈ പോസ്റ്റ് മോഡേൺ ആശയങ്ങളെ ഞാൻ സാഹിത്യ പഠിച്ചിട്ടല്ല കൂടുതൽ മനസ്സിലാക്കിയത്. കാരണം ഞാൻ പോസ്റ്റ് മോഡേണിസം കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പഠിത്തം നിർത്തി ഒരു സ്കൂൾ അധ്യാപകനായി മാറിയിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ വായനയൊക്കെ കുറഞ്ഞു പോയി. പക്ഷേ ചിത്രകല ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിലൂടെയാണ് കൂടുതലായിട്ടും ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ചിത്രകലയിലെ ഒരു സംഭവമാണ് ഈ സൂറായുടെ പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. സൂറായുടെ പെയിൻറ്റിങ്ങിൽ 2 ഘടകവർണ്ണങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതി വരും.
ഡിവിഷനിസം എന്നൊക്കെ പറയും, പോയിന്റലിസം, ഡിവിഷനിസം എന്നൊക്കെ പറയും. അതായത് ഒരു വർണ്ണത്തെ രണ്ടായിട്ട് വിഘടിപ്പിച്ചിട്ടായിരിക്കും അവിടെ പ്രസൻറ്റ് ചെയ്യുക. അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ വാക്കുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ബാലൻ ചുള്ളിക്കാടിൻ്റെ ഉദരാന്തകാരത്തിൽ വിളയും സുഹൃത ദുഷ്കൃതയോഗ ഫലഭാരത്താൽ പരീക്ഷീണയായി എന്ന് പറയുന്നൊരു ഗസലിലെ അവസാനത്തെ വരിയാണ്. ഞാൻ പോകട്ടെ പാതയിൽ വിളക്കുകളൊക്കെയും കെട്ടു, പിത്തലാഞ്ചിതം മുഖം മഞ്ഞൾ ചിത്രമായി, ഉദരാന്തകാരത്തിൽ വിളയും സുകൃത ദുഷ്കൃതയോഗ ഫലഭാരത്താൽ പരീക്ഷീണയായി എന്ന് ഒറ്റ വാക്യമാണ്. പണ്ടൊക്കെ സംസ്കൃത ശ്ലോകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംക്ഷുഭ്യ ദ്രൂക്ഷ ചക്ഷു ശ്രുതിപ്പെട്ട കടുഭി പ്രോച്ചകൈ ശബ്ദമാനോ എന്നൊക്കെ പറയുന്ന കോട്ടയത്ത് തമ്പുരാൻ്റെ ശ്ലോകങ്ങളിലൊക്കെ ഇതുപോലെ ദീർഘമായ കെട്ടുവെള്ളം പോലുള്ള വാക്കുപ്രയോഗങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനതങ്ങ് ഒഴിവാക്കി ഭാഷയെ ഒറ്റ പദങ്ങളായിട്ട് കാണുന്ന ഒരു സമീപനത്തിലേക്ക് മാറി. ഇതുകൊണ്ട് ഉണ്ടായൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിത കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റായി. ഇപ്പം സാമ്പ്രദായിക ദളിത് കവിതയിൽ നിന്നുള്ളൊരു വ്യത്യാസം, അതിൻ്റെ ഒരു പ്രക്ഷോഭങ്ങൾ കുറവാണ് എൻ്റെ കവിതയിൽ. മരങ്ങൾക്കിടയിൽ കുരിശ് കാണുന്നു, മണികൾ മുഴങ്ങി കേൾക്കുന്നു, ഇങ്ങനെ വളരെ താണ സൗണ്ടിലാണ് ഇത് പോകുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. മരങ്ങൾക്കിടയിൽ കുരിശ് കാണുന്നു എന്ന് പറയുന്ന വാക്കിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഈ മലയാളത്തിലെ ക്രിയാപദങ്ങൾ, അല്ലെങ്കിൽ ഏതൊരു ഭാഷയിലെയും ക്രിയാപദങ്ങൾക്ക് മലയാളത്തിൽ പ്രത്യേകിച്ച് ഏത് കർത്താവ് ഇണങ്ങും. അവൻ കാണുന്നു, അവൾ കാണുന്നു, അവർ കാണുന്നു, ഞങ്ങൾ കാണുന്നു, നിങ്ങൾ കാണുന്നു, നീ കാണുന്നു, അങ്ങനെ ഏത് ഇണങ്ങും. ഇവിടെ മരങ്ങൾക്കിടയിൽ കുരിശ് കാണുന്നുള്ളിടത്തൊരു അഭാവമാണ്. ആരാ കാണുമെന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും ഒരാൾ കാണുന്നുമുണ്ട്. സത്യത്തിൽ അത് കാണുന്ന ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട, ക്രിസ്ത്യൻ ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ അയാൾ ഉണ്ട് താനും ഇല്ല താനും, അതാണ് അതിൻ്റെ പ്രശ്നം. അയാൾ ഒരേ സമയം സാന്നിധ്യവും അസാന്നിധ്യവുമാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. അപ്പം അത് ഞാൻ തന്നെ പറയാതെ ആർക്കും മനസ്സിലാകാത്തൊരവസ്ഥയുണ്ട്. എന്നാൽ പോലും അത്തരം മരങ്ങൾക്കിടയിൽ കുരിശ് കാണുന്നു, ഈ ഒരു ക്രിയാപദത്തിലെ ഈ സംഭവം പഠിക്കുക എന്നുള്ളത് ഞാനങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ക്രിയാപദം എന്ന് പറയുന്നതിന് ഏത് കർത്താവും ഇണങ്ങും. അപ്പോൾ ആ സാധ്യതകൾ അതിനകത്ത് കിടക്കുകയാണ്, അല്ലാതെ ഇണങ്ങാതിരിക്കില്ല. ഒരു ക്രിയാപദത്തിന് ഒരു കർത്താവ് കാണും, കർത്താവില്ലാതെ ക്രിയ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു സാധ്യത ഉപയോഗിച്ചിട്ടുള്ള ഒരു കവിതയാണത്. അപ്പോൾ ഇങ്ങനെ ഭാഷയെ സംബന്ധിച്ച് പഠിക്കുക, അല്ലെ അതുപോലുള്ള കാര്യങ്ങൾ പലതും ഞാൻ മനസ്സിലാക്കി ചിത്രകലയിൽ നിന്ന്. അപ്പോൾ ഉദാഹരണത്തിന് മിറോയുടെ ഒരു പെയിൻറ്റിങ് തന്നെ ഡയലോഗ് ഓഫ് ഇൻസെക്ട്സ് എന്നാണ്. അതായത് പ്രാണികളുടെ സംഭാഷണം, പ്രാണികൾ തമ്മിൽ സംസാരിക്കുന്നു. ഇതേ ആശയം ജയശീലനൊക്കെ പ്രയോജനമുണ്ട് ഞാഞ്ഞൂൽ പുരാണം എന്നുള്ള കവിതയിൽ. പക്ഷേ അത് കൊച്ചു കൊച്ചു ജീവികളുടെ വർത്തമാനങ്ങൾ, അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെ ചെറുതുകളായ ലോകം, അതുപോലെ ചെറുതുകൾ കൂടുന്നതാണ് വലുത് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ കോഴിക്കോട്ടെ ഏറ്റവും വലിയ കെട്ടിടം പോലും കുറേ മുറികളുടെ കൂട്ടായ്മയാണ്. മുറികൾ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഓരോ ചെറിയ മുറിയും കൂടുമ്പോഴാണ് ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വലുതെന്ന് പറയുന്നതെല്ലാം തന്നെ ബേസിക്കലി ചെറുതുകളുടെ ഒരു ആകത്തുകയാണ്. ഈ രീതിയിൽ ചെറുതുകളെ വെച്ച് അപഗ്രഥിക്കാൻ നമ്മൾ തുടങ്ങുന്നതൊക്കെ അങ്ങനെയാണ്. എൻ്റെ കവിതയിൽ മാത്രമല്ല, പലവരുടെയും കവിതകളിലുണ്ട്. കുറച്ചുകൂടെ ഈ ഉത്തരാധുനിക കവിത ബുദ്ധിപരമായ ഒരു കവിതയാണല്ലോ, ബുദ്ധിപരത കൂടുതലാണ്. അതായത് മുമ്പേ പറഞ്ഞൊരു കാര്യം ഇവിടെ പറയാം. അതായത് ഈ ഹെർബർട്ട് റീഡ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ കലകളും ദൃശ്യപരമാണ്. അപ്പം നമുക്കറിയാം, കവിതകൾ എടുത്തിട്ട് വായിച്ചു നോക്കുക, അതിനകത്ത് ഒരു ദൃശ്യം കാണാം. പരുമയായി പിന്നിയ വാർമുടി കൂന്തലിൽ അരളിപ്പൂ ചൂടിയ പെൺകിടാവേ, ജി കുമാരപിള്ളയുടെ കവിതയാണ് ഇത്. ശരിക്കും നമുക്ക് കാണാം, ഒരു പെൺകുട്ടി അരുമയായി പിന്നിയ വാർമുടി കൂന്തലിൽ അരളിപ്പൂ ചൂടിയ പെൺകിടാവേ. ഇതെല്ലാം വിഷ്വൽസാണ്. വിഷ്വൽസ് ഇല്ലാത്ത കവിതയിലൊന്നുമില്ല. അതുകൊണ്ടാണ് വള്ളത്തോൾ എഴുതുന്ന കവിതയിലും കുമാരനാശാൻ എഴുതുന്ന കവിതയിലൊക്കെ ചിത്രകലയുടെ സ്വാധീനം വരുന്നത്. കുമാരനാശാൻ്റെ കവിത ദൂരദർശന കൃശങ്ങൾ, ദൂരം നോക്കുമ്പോൾ ചെറുതായി കാണുന്നു എന്ന് പറയുന്നൊരു ഭാഗവും ഒക്കെ തന്നെ ചിത്രകലയായിട്ട് ബന്ധപ്പെടുന്ന കാര്യം എന്നാണ്. കവിതയ്ക്ക് ചിത്രകലയായിട്ട് ബന്ധം അങ്ങനെ നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് വിചാരിച്ച് കവിതയും ചിത്രകലയും തമ്മിൽ പെട്ടെന്ന് കൂട്ടിക്കെട്ടാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചിത്രകലയൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. പക്ഷേ കവിതയും ചിത്രകലയും തമ്മിൽ എന്താ ബന്ധം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് സത്യമായിരിക്കും, കുമാർ അറിയായിരിക്കും, എനിക്കത്ര മനസ്സിലായിട്ടില്ല. അതിനകത്ത് ഒരു ചെറിയ കാര്യം, അതായത് ഞാനിപ്പോൾ ചിത്രകല എന്നൊരു സംഗതി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടാൽ മനസ്സിലാകുന്ന ഒരു ചിത്രകലയെക്കുറിച്ചല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സൂചിപ്പിച്ച കുമാരപിള്ളയുടെയോ അല്ലെങ്കിൽ ആശാൻ്റെയോ വള്ളത്തോളിൻ്റെയൊക്കെ കവിതകളിൽ നമുക്കൊരു ചിത്രം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ജോസഫ് മാഷിൻ്റെ കവിതയിൽ അല്ലെങ്കിൽ പൊതു കവിതയിലൊക്കെ അങ്ങനെ കാണാവുന്ന റിയലിസ്റ്റിക് ആയ ഒരു ചിത്രമല്ല ഉള്ളത്. മറിച്ച് ചിത്രകലയുടെ സങ്കേതങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ ഈ കവിതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനൊരു വ്യത്യസ്തതയുണ്ട്. അത് പരമ്പരാഗതമായി കവികൾ
ഉപയോഗിച്ചിരുന്ന ഒരു ചിത്രകലയുടെ ഒരു ബന്ധിപ്പിക്കൽ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണോ? അത് ശരിയാണ്. മാത്രമല്ല ഞാൻ അന്ന് എഴുതിയൊരു ശ്ലോകമാണ്, പണ്ട് എഴുതുമായിരുന്നു. അപ്പം അതിനകത്ത് ഇത് വരുന്നുണ്ട്, ഈ ഹെൻറി മത്തീസിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ സ്വഭാവം അതിനകത്ത് വരുന്നുണ്ട്. എങ്ങും മഞ്ഞു പരന്നു വാഴയിലയിൽ ചാടുന്ന മഞ്ഞക്കിളി ചുണ്ടിൽ നിന്നൊരു പാട്ടുമില്ല പകലിൽ ചായം ചമയ്ക്കുമ്പോഴും. ഇതാണ് അതിൻ്റെ ആദ്യത്തെ 2 വരി. ഇവിടെ ചില കളേഴ്സുകൾ വരുന്നുണ്ട്. എങ്ങും മഞ്ഞു പരന്നു, ഒരു വൈറ്റ് കളർ. വാഴയിലയിൽ, അവിടെ പച്ച കളർ. ചാടുന്ന മഞ്ഞക്കിളി, ഇങ്ങനെ കളേഴ്സ് വന്നിട്ട് ഈ കളേഴ്സ് വിട്ട് നിൽക്കുന്നതാണ് ഫേവിസ്റ്റ് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. കളേഴ്സ് ചേരുകയില്ല, കളറുകൾ എപ്പോഴും വളരെ പ്യുവറായിട്ട് വേറെ നിൽക്കുന്ന ആ ഒരു രീതിയിൽ എഴുതിയ ഒരു കവിതയാണത്. അത്തരത്തിലൊക്കെ ചിലപ്പോൾ നമുക്കൊക്കെ തോന്നാം അല്ലേ? ആ മറുപടി ശ്രദ്ധേയം തന്നെയാണ്. അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളെല്ലാം പുതുകവിതയിൽ ജീവിക്കുകയും എഴുതുകയും ചിന്തിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലമുറയാണ്. അതുകൊണ്ട് തന്നെ ഈ പുതുകവിത എന്ന് പറയുമ്പോൾ അതിനൊരു കൃത്യമായ ഒരു തുടക്കം, നമുക്ക് അങ്ങനെ ഒരു വർഷം ഡേറ്റ് ഒന്നും പറയാൻ കഴിയില്ലെങ്കിലും നമ്മളതിനെ 90കളെയാണ് നമ്മളതിനെ കാണുന്നത്. പലതരത്തിൽ വിച്ഛേദങ്ങൾ മെല്ലെ മെല്ലെ ഉണ്ടായി അത് 2000 അടുക്കുമ്പം ഏറെക്കുറെ പൂർണ്ണമായ ഒരു വിച്ഛേദമായിട്ട് മാറുന്നുണ്ട്. ഈ വിച്ഛേദത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ വലിയ പടർച്ചകൾ ഉണ്ടാകുന്ന ഒരു ധാരയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോഴും അതിൻ്റെ ആ മട്ടിൽ അവസാനിച്ചിട്ടില്ല എന്നും അവസാനിക്കാൻ സാധ്യത കുറവാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് പല രീതിയിൽ ഇപ്പം ഈ ഒരു സബ്ജക്റ്റിവിറ്റികളുടെ ഒരു രൂപം കൊള്ളലോട് കൂടിയാണ് അത് കൃത്യമായിട്ട് വരുന്നത്. അതിനകത്തൊരു ബഹുസ്വരത കലർന്നു വരുന്നു, സൂക്ഷ്മത കലർന്നു വരുന്നു, സാമൂഹിക രാഷ്ട്രീയം വരുന്നു, സ്ത്രീകൾ എഴുതുന്നു, കറുത്ത സ്ത്രീകൾ എഴുതുന്നു, ദലിതരെഴുതുന്നു, അങ്ങനെ പലതരത്തിൽ. നമ്മൾ ദേശീയമായി നോക്കുമ്പോൾ പല സബ്ജക്റ്റിവിറ്റീസും കാണാം. കാരണം ഒരു ആഗോളതലത്തിൽ നോക്കിയാലും ഒരുപാട് സബ്ജക്റ്റിവിറ്റീസ് കാണാം. ഇവരെല്ലാം തങ്ങൾ ഇടപെടുന്ന ഒരു മേഖലയെ ഏതെങ്കിലും തരത്തിൽ സെപ്പറേറ്റ് ആക്കുകയല്ല ചെയ്തത്. സെപ്പറേറ്റായ ഐഡൻറ്റിറ്റികൾ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുവിലുള്ള ഒരു ഘടനയെ കൂടുതൽ ഡെമോക്രാറ്റൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ നോക്കിയാൽ അതിനകത്ത് ആദ്യകാല കവികളിൽ ഒരാളായിട്ടുള്ള ശ്രീ എസ് ജോസഫ് തനിക്ക് ശേഷം വന്ന ഈ പുതുധാരയുമായി ബന്ധപ്പെട്ട മേഖലയിലെ കവികളുടെ കവിതയെയും പേര് അത് പറയണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ പേര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കവിതകൾ അതിൻ്റെ ഒരു പ്രത്യേകത, ആ ഒരു പടർച്ച എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രയോഗത്തോട് എങ്ങനെയാണ് അത് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതായത് A.K. രാമാനുജൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന, തമിഴിലെ കുറുന്തൊക എന്ന് പറയുന്നതിൻ്റെ വിവർത്തനമാണത്. ഇപ്പോൾ ഈ ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നമ്മളങ്ങനെയാണല്ലോ, നമ്മുടെ കേരളത്തിലെ ഒരു ജീവിതം പരിശോധിച്ചാലും നമ്മളുടെ ഈ കുടിയേറ്റ മേഖലയിലേക്കൊക്കെ പോകുന്നൊരു ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പിലേക്കുള്ള പോക്കായിരുന്നു. മധ്യ കേരളത്തിലാണ് ഏതാണ്ട് താമസമൊക്കെ തുടങ്ങിയത്. കഴിഞ്ഞാണ് ഈ കടൽക്കരയിലേക്കും അതുപോലെ ഈ കിഴക്കൻ മേഖലകളിലേക്കും വയനാട്ടിലേക്കും അതുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മനുഷ്യർ പോകാൻ തുടങ്ങുന്നത്. ഇതുപോലെ ഒരു സംഗതി കവിതയിലുമുണ്ട്. ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ ഏറ്റവും നല്ല ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണുന്ന മുഖം, ചെവി, കണ്ണയം ഒക്കെ ഇതൊക്കെയാണ്. കക്ഷമൊന്നും നമുക്ക് ഇഷ്ടമല്ല അല്ലേ? കക്ഷത്തിലെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ വലിയ വിഷയമാണ്. അതുപോലെ ഗുഹ്യഭാഗങ്ങളൊക്കെ വളരെ മോശമാണ് നമുക്ക്. ഈ ജിയോ ബോഡിയിൽ ഇത്തരം ചില സ്ഥലങ്ങളുണ്ട്. അത്തരം ചില സ്ഥലങ്ങൾ കവിതയിലുമുണ്ട്. കവിതയുടെ ഒരു ജിയോ ബോഡിക്കകത്ത് ഇത്തരം അദൃശ്യമാക്കപ്പെട്ട പല കാരണങ്ങളാൽ, വൃത്തികേടാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദൃശ്യമാക്കപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ മോഡേണിസത്തിൽ വന്നിട്ടുള്ളൊരു വലിയ സമയമായോ, മോഡേണിസത്തിൽ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അഗ്ലിനെസ് എന്ന് പറയുന്നത്, വൈരൂപ്യം എന്ന് പറയുന്നത് ഒരു പുതിയ സൗന്ദര്യമായി മാറുകയാണ്. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ എന്നെ കണ്ടിട്ട് ഒരാൾ ബോഡി ഷെയ്മിങ് നടത്തിയിട്ടുണ്ട്, നിന്നെ കണ്ടാൽ കൊള്ളുകയില്ല. പക്ഷേ ഇപ്പോൾ സാമാന്യ സുന്ദരനായ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. നിങ്ങളെങ്ങനെ കാണുന്നുള്ളത് എൻ്റെ വിഷയമല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വേണം കാണാൻ. നമ്മൾ ഓരോ നിമിഷവും നിങ്ങളുടെ തന്നെ 100 ഫോട്ടോ എടുത്ത് വെച്ച് നോക്കും, നിങ്ങൾ 100 ആൾക്കാരായിരിക്കും. നമ്മൾ ഇത്രയും പേരിവിടെ ഇരിക്കുന്നു, മിക്കവാറും ഇവിടെ നോക്കുമ്പോൾ ഒരു ഇരുനിറം പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ കളറാണ്, ഓരോ മനുഷ്യനും ഓരോ കളറാണ്. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ പലയിടത്തും പല കളറാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു സവിശേഷതകളുടെ ഒരു കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് സ്ത്രീയിലേക്കും ദളിത് സ്ത്രീയിലേക്കും കറുത്ത സ്ത്രീയിലേക്കും ആദിവാസിയിലേക്കും അതിൽ തന്നെയുള്ള സബ് ഡിവിഷൻസിലേക്കും ഒക്കെ ഇങ്ങനെ കവിത പോകുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ തന്നെ എഴുതുന്ന കവിത ഒരുപോലല്ല, പലതരം കവിതകളാണ് അയാൾ എഴുതുന്നത്. അതിൻ്റെ കാരണം തന്നെ അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്ര മതിയില്ലേ?
ഓക്കെ ഓക്കെ മതി. നമുക്ക് ഇനിയും ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഈ സംഘാടകരുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തൽക്കാലം ചോദ്യങ്ങൾ ഇനി ഉണ്ടെങ്കിലും അത് ഒഴിവാക്കുവാണ് നിങ്ങളുടെ അനുഭവത്തോടു കൂടി. ജോസഫ് മാഷ് അടിസ്ഥാനപരമായി കവിയാണ്, പക്ഷേ കവി മാത്രമല്ല, അദ്ദേഹം നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഇതര മലയാള കവിതയുടെ ജീവചരിത്രം എന്ന് പറഞ്ഞ കൃതി എഴുതിയിട്ടുണ്ട്. ഒരുപാട് FB കുറിപ്പുകളിലൂടെ എപ്പോഴും സജീവമാണ്, പ്രത്യേകിച്ചും റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം. ഇതൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നതായിരുന്നു. പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തി കവിതയെക്കുറിച്ച് കവിത എഴുതുക മാത്രമല്ല, കവിതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ധാരാളമായി എഴുതുകയും എപ്പോഴും കവിതയ്ക്കുള്ളിൽ തന്നെ ജീവിക്കുക. എനിക്ക് സത്യത്തിൽ ഇത്രയും അധികം പോയറ്റിക്കായി കവിതയ്ക്കുള്ളിൽ തന്നെ ജീവിക്കുന്ന കവികൾ അത്ര അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ രീതിയിൽ കവിതയെ തൻ്റെ ജീവിതത്തിൻ്റെയും ഒക്കെ ഭാഗമായി കാണുകയും ചെയ്യുന്ന ജോസഫ് മാഷുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു പങ്കുവെക്കൽ വലിയൊരു നല്ല അനുഭവമാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇത് ഇത്ര നേരം ക്ഷമാപൂർവ്വം കേട്ടിരുന്ന എല്ലാ ആസ്വാദകർക്കും നന്ദി, സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവർക്കും എൻ്റെയും നമസ്കാരം.